വീടർക്കുന്ന നിദ്രയിലെന്ന് ഉറപ്പ് വരൂത്ത്. പെണ്ണ് ലുക്മാനിന്റെ സവിധം വന്നൊരു കാര്യമുണർത്തി. നാദനിലായിനെ മാത്രം വണങ്ങി ലുക്മാനെന്ന് മാന്യർ നാളുകൾ നീക്കും നേരം മാലിക്കിൻ ബിന്ത് വരും. വീടർ കൊല്ലും നിദ്രയിലെന്ന് ഉറപ്പ് വരൂത്തി. പെണ്ണ് ലുക്മാനിന്റെ സവിധം വന്നൊരു കാര്യമുണായി. എന്നിലുള്ള അഭിലാഷത്തെ ഇന്ന് നീയും വീട്ടി തന്നിട വേണം എൻ ഹാജത്തെ. ഏറെ നാളായി എന്നിലുള്ള അതേ ഇന്ന് നീയും വീട്ടി തന്നിട വേണം എൻ ഹാജത്തെ. റബ്ബിൻ്റെ നയല്ലാതൊന്നെന്നിൽ ഇല്ല സബീദ. നീയും റജഅല്ലാതെ മറ്റൊന്നെന്നിൽ ഇല്ല സബീല. നാദനിലായിനെ മാത്രം വണങ്ങി ലുക്മാനെന്ന് മാന്യർ നാളുകൾ നീക്കും നേരം മാലിക്കിൻ ബിന്ത് വരും. വീടർ കൊല്ലും നിദ്രയിലെന്ന് ഉറപ്പ് വരൂത്തി. പെണ്ണ് ലുക്മാനിന്റെ സവിധം വന്നൊരു കാര്യമുണർത്തി. ലുക്മാൻ മഹാനവർകൾ ആ തൊഴുത്തിലെ കീറച്ചാക്കിലെ ഇബാദത്തിലായി മുഴുകി നിൽക്കുക. പാതിരാ സമയം തൻ്റെ കൂട്ടുകാരികൾ, തൻ്റെ സഹോദരിമാർ നല്ല ഗാഠനിദ്രയിലാണ്. ബാപ്പ സ്ഥലത്തില്ല. ബഹുമാനപ്പെട്ട ശൈഖ് അവരുടെ സമീപത്തിലേക്ക് ഈ സബിത എന്തോ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് ഇറങ്ങി വന്നു. ശൈഖ് അവരുടെ സമീപത്ത് വന്ന് ചില തെറ്റായ നിലക്ക് സംസാരിക്കാൻ തുടങ്ങി. മഹാരുകൾ ഞെട്ടിത്തരിച്ചു പോയി. പെണ്ണെ, ഇനി ഒരിക്കലും ഇങ്ങനെ ഒറ്റക്ക് ഇറങ്ങി വരരുത് കേട്ടോ എന്നൊരു ഉപദേശം നൽകി. പക്ഷേ ബഹുമാനപ്പെട്ട ശൈഖ് അവരുടെ മുഖത്ത് നോക്കി സബിത പറഞ്ഞത്, അന്ന് നിങ്ങളുടെ ദേഹത്ത് എന്റെ ബാപ്പയുടെ ചാട്ടുപാറ വീണപ്പോ അന്ന് ഞാൻ കരുതിയതാ, എന്റെ ഹൃദയം ഞാൻ നിങ്ങൾക്ക് തന്നതാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട അബ്ദുള്ള, എന്റെ അടിമയാണെന്നല്ല ഞാൻ കരുതുന്നത്. ഈ വീടിന് അടിമയല്ല നീ, ഇതെന്റെ സ്വന്തമാണ്, ഞാൻ കരുതിപ്പോയി അബ്ദുള്ള എന്ന് പറഞ്ഞ പല പ്രസംഗങ്ങളുമൊക്കെ അവിടെ നടത്താൻ തുടങ്ങി. ചിന്തിക്കരുത്, അങ്ങനെയൊന്നും ആലോചിക്കരുത് എന്നൊക്കെ സബിത തിരിച്ചുപോയി. സുബ്ഹാനല്ലാഹ്, ദിവസങ്ങൾ പലത് കഴിഞ്ഞ് ഒരു ദിവസമതാ ആ വീട്ടിലുള്ള മറ്റൊരു പെണ്ണുണ്ട്. തൊട്ട് സമീപത്തുള്ള വേലക്കാരൻ മട്ടുപ്പാവിൽ വൃത്തിയാക്കലാണ് ആ പെണ്ണിന്റെ ജോലി. ആ പെണ്ണ് താഴേക്ക് വരികയാണ്. താഴെ ഒന്നു എന്ന് മാത്രമല്ല, ആ പെണ്ണിന്റെ ശിരസ് ഒരു പാറക്കല്ലിൽ അടിച്ചുപോയി എന്ന് മാത്രമല്ല, ആ ശിരസിന്റെ ഭാഗം അല്പം പിളർന്നു രക്തം